എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഫിസിക്സ് പരീക്ഷയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഉപകാരപ്രദമായ കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകളും അറിയിപ്പുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 കുട്ടികളുടെ അടുത്ത പരീക്ഷ ഫിസിക്സ് ആണ്. ഫിസിക്സ് പരീക്ഷ എഴുതുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന ചില തെറ്റുകളും ഈ വർഷത്തെ +2 പരീക്ഷ എഴുതിയ +2 കുട്ടികൾക്കുണ്ടായ ചില അനുഭവങ്ങളുമാണ് പറയുന്നത്. +2 ഫിസിക്സ് പരീക്ഷ എഴുതിയ ഭൂരിഭാഗം കുട്ടികളും ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുവാൻ സമയം കിട്ടിയില്ല എന്നും ചില കുട്ടികളെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുവാൻ സമയം ലഭിച്ചില്ല എന്നും അഭിപ്രായം പറഞ്ഞിരുന്നു. ഇതുകൂടാതെ ഡെറിവേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ എഴുതുമ്പോൾ ഇടയിൽ വച്ച് നിന്ന് പോകുന്ന നിരവധി സാഹചര്യങ്ങളും ഉണ്ടായി. ഗ്രാഫ് തന്ന ചോദ്യങ്ങളും ന്യൂമറിക്കൽസും വിദ്യാർത്ഥികളെ ചെറുതായി ബുദ്ധിമുട്ടിച്ചു എന്നും അവർ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകളും ഇതുകൂടാതെ മറ്റു തെറ്റുകളും എങ്ങനെ വരാതിരിക്കുവാൻ നോക്കേണ്ടതെന്ന് പറയുന്നതിന് മുൻപ് +1 ഫിസിക്സ് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് എല്ലാം ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, ഇതുകൂടാതെ ഡെറിവേഷൻസിന്റെ ഫൈനൽ ഫോർമുലാസ്, കഴിഞ്ഞ വർഷങ്ങളിലെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം അവരുടെ സ്വന്തം വാട്സപ്പ് ബോട്ടിലൂടെ നൽകുന്നുണ്ട്. ബോട്ടിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരമാവധി യൂസ് ചെയ്യുവാൻ ശ്രമിക്കുക. അപ്പോൾ പരീക്ഷ എഴുതിയ കുട്ടികൾ പ്രധാനമായിട്ടും പറഞ്ഞത് സമയം ലഭിച്ചില്ല എന്നാണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം ആദ്യം തന്നെ എഴുതുവാൻ ശ്രമിക്കുക. സംശയങ്ങൾ ഉള്ള ചോദ്യങ്ങളോ അഥവാ അറിയില്ലാത്ത ചോദ്യങ്ങളോ മാക്സിമം ആദ്യം തന്നെ എഴുതാൻ ശ്രമിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു ചോദ്യം കിട്ടിയില്ല എന്ന സാഹചര്യത്തിൽ ആണെങ്കിൽ അത് വിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് വേഗം തന്നെ പോവുക. അടുത്തതായി നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്തെന്നാൽ ഡെറിവേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ എഴുതുമ്പോൾ പകുതിക്ക് വച്ച് നിന്ന് പോകുന്ന അവസ്ഥ. ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് നിങ്ങൾ ഡെറിവേഷൻസ് നോക്കി അഥവാ വായിച്ച് പഠിക്കുന്നത് കൊണ്ടാണ്. നോക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ഒരു പ്രാവശ്യം എഴുതി നോക്കുമ്പോൾ മാത്രമായിരിക്കും എഴുതി പിടിപ്പിക്കുവാനുള്ള എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് മുൻപായി ഒരു പ്രാവശ്യമെങ്കിലും എഴുതി മുഴുവനായിട്ട് കിട്ടുമോ എന്ന് നോക്കുക. കൂടാതെ ന്യൂമറിക്കൽസ് കാര്യത്തിലാണെങ്കിൽ മാക്സിമം NCERTയിലെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ തന്നെ ചെയ്ത് പഠിക്കുക. ആ മോഡൽ അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഫിസിക്സ് പഠിക്കുമ്പോൾ നിരവധി ഗ്രാഫുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഓരോ ഗ്രാഫും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഗ്രാഫും എങ്ങനെയാണ് വരുന്നത്, അതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കുക. എന്നാൽ മാത്രമേ ഗ്രാഫ് തുടങ്ങിയ ചോദ്യങ്ങളിൽ നിന്ന് മാർക്കുകൾ സ്കോർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരാണെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ മാക്സിമം കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം കൂടി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക. നന്ദി.